എൻട്രൻസിന് ട്രൈ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി +1 രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്ലേലിസ്റ്റിലുണ്ട്. കാണാത്തവർക്ക് അത് പോയിട്ട് കണ്ട് പഠിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 3 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ ഈ വർഷമൊക്കെ നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സുകളിലൊക്കെ വെച്ച് നിങ്ങൾക്ക് കിട്ടിയ നോട്ട്സൊക്കെ റെഡിയാക്കി വെക്കുക. അതേപോലെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു പേന അതുപോലെ ഒരു നോട്ട്ബുക്ക് തയ്യാറാക്കി വെക്കുക. അപ്പോൾ നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര് എഴുതി വെക്കുക, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മോഷനെയും അതുപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെയും നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ പലതരം ഗ്രാഫുകളുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രാഫ് നമുക്ക് എഴുതി വെക്കാം, പൊസിഷൻ ടൈം ഗ്രാഫ്സ്. 4 തരം പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ആ ഭാഗം ഒന്ന് കവർ ചെയ്തതിനു ശേഷം അവിടുന്ന് നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെയും ഒന്ന് കടന്നു പോകാം. അപ്പോൾ എഴുതി വെക്കുക, ഫോർ എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ടൈം എക്സ് ആക്സിസിലും അതുപോലെ പൊസിഷൻ നമ്മൾ വൈ ആക്സിലുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ടൈം ഇങ്ങനെ കടന്നു പോകുമ്പം ആ ഒബ്ജക്റ്റിനെ ഒറിജിനിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഒറിജിനാണ് ഇവിടെ O എന്ന് കാണിച്ചിരിക്കുന്നത്. അവിടെ നിന്നും 40 മീറ്ററിൽ തന്നെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോൾ ടൈം ഇങ്ങനെ കടന്നു പോകും, പക്ഷേ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ മാറ്റമില്ല. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ സ്ലോപ്പ് 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? സ്ലോപ്പ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ. ഇനി ഫോർ എ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും. ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ആണ്. അപ്പോൾ ഇതിനിവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ സ്ലോപ്പ് ഉണ്ടെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫിന് സ്ലോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ചരിവുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒബ്ജക്റ്റ് മോഷനിലാണെന്നാണ്. അപ്പോൾ ഇത് യൂണിഫോം മോഷനിലാണ്. ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കാം. ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. 2 തരം യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫിൽ ഉള്ളത്. അതിലൊന്ന് ആക്സിലറേഷൻ, നമ്മൾ പറയാം പോസിറ്റീവ് ആക്സിലറേഷൻ എന്നും പറയാറുണ്ട്. അതായത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടി വരുമ്പം അതിൻ്റെ ഗ്രാഫ് ഇതേപോലെ പരാബോള ഷേപ്പാണ്. പക്ഷേ അത് ഇങ്ങനെയായിരിക്കും പരാബോളിക് ഷേപ്പായി ഉണ്ടാവുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ യൂണിഫോംലി ഡിസിലറേറ്റഡ് മോഷൻ ആണെങ്കിലോ, അതായത് സമയം ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയുകയാണെങ്കിൽ ആ ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും. അതായത് നോക്കൂ, ഈ ടൈമിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ടൈമിന് ശേഷം ഈ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. നോക്കൂ, നമ്മൾ ആദ്യം തന്നെ പഠിച്ച ഗ്രാഫില്ലേ റെസ്റ്റിലിരിക്കുന്ന മോഷൻ്റെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സമയം ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റ് നല്ല സ്പീഡിലായിരുന്നു വന്നിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ് വന്ന് വെലോസിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിൽ വന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ദ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിൽ സ്ലോപ്പ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒബ്ജക്റ്റിന് കൂടുതൽ വെലോസിറ്റി ഉണ്ടെന്നാണ്. സ്ലോപ്പ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒബ്ജക്റ്റിന് വെലോസിറ്റി കുറവാണെന്നാണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അതിൽ ഒന്നാമത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം മോഷൻ. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം സമയം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, പക്ഷേ ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയിൽ മാറ്റമൊന്നുമില്ല. എപ്പോഴും ഒരു വെലോസിറ്റി തന്നെ, ആ വെലോസിറ്റി മാറ്റമില്ലാതെ പോകുന്നത് കൊണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് എന്ത് കാണുന്നില്ല? സ്ലോപ്പ് കാണുന്നില്ല. അപ്പോൾ ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത വെലോസിറ്റി ടൈം ഗ്രാഫാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. പക്ഷേ ഇനീഷ്യലി ആ ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ
അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി u is equal to 0 ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ആണ്. എന്നാൽ വെലോസിറ്റി 0 അല്ലെങ്കിലോ, ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലെങ്കിൽ u നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എഴുതി വെക്കാം അബൌട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ്. എന്താണ്? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കൂടുതലാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ കൂടുതലായിരിക്കും, സ്ലോപ്പ് കുറവാണെങ്കിൽ അതിന് ആക്സിലറേഷൻ കുറവായിരിക്കും. ഇനി ദി ഏരിയ അണ്ടർ, നമ്മൾ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ആ സമയം കൊണ്ട് കവർ ചെയ്ത ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഈ രണ്ട് പോയിന്റും ഓർത്ത് വെക്കുക അബൌട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ്. അടുത്തതാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, അതായത് സമയം കടന്നു പോകുന്നുണ്ട് പക്ഷേ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അത് ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. എന്ന് വെച്ചാൽ പോസിറ്റീവ് ആക്സിലറേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഫോർ യൂണിഫോംലി ഡിസിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ആ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയുകയാണെങ്കിലാണ് അതിനെ ഡിസിലറേഷൻ നമ്മൾ പറയാം. അതിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും. ഇവിടെ ഒറിജിൻ ഇവിടെയാണ്, മറന്നു പോകരുത്. സമയം എക്സ് ആക്സിൽ ഇവിടെയാണ്, ഈ ഭാഗത്താണുള്ളത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് ഡിസിലറേഷൻ എന്നുള്ളതുകൊണ്ട് ഈ ക്വാഡ്രന്റിലാണ് വരിക. ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവാണ്. ഇനി നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അറ്റ് ടി ഇസ് ഈക്വൽ ടു 0 ഇറ്റ് സ്റ്റാർട്ട്സ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ് അനദർ ബോഡി പാസസ് ത്രൂ എക്സ് ഇസ് ഈക്വൽ ടു 0 മൂവിങ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. ദി പൊസിഷൻ ഓഫ് first body is given by x of 1 of t after time t, and that of second body is given by x2 of t after the same time interval. Which of the following graphs correctly describes x1 minus x2 as a function of time t? ഒന്നുമില്ല, 4 ഓപ്ഷൻ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ്റെ ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ്, ഏതാണ് വരിക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ, അതായത് ആക്സലറേറ്റഡ് മോഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ എസ് എന്ന് വിളിക്കുന്നതിന് പകരം നമ്മൾ x1 എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട്സ് മൂവിംഗ് എന്നാണ്. അപ്പോൾ റെസ്റ്റിലാണ്, അപ്പോൾ യു ടി എന്നുള്ള ടേം ഉണ്ടാവില്ല, u 0 ആകുമ്പോൾ നമുക്ക് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും, ഇക്വേഷൻ നമ്പർ 1. അതേപോലെ x2 എന്നുള്ളത് എന്താ വരിക, നമുക്ക് x2 കോൺസ്റ്റന്റ് ആയിട്ടുള്ള വെലോസിറ്റിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണ് ഇപ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡിലാണ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ നമുക്കിവിടെ x2 ഈസ് ഈക്വൽ ടു വി ടി എന്ന് കിട്ടും, ഇക്വേഷൻ നമ്പർ 2. നമുക്കിവിടെ x1 മൈനസ് x2 ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ x1 മൈനസ് x2 ചെയ്ത് കഴിഞ്ഞാൽ x1 മൈനസ് x2 നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ ഇക്വേഷൻ ഹാഫ് എ ടി സ്ക്വയർ മൈനസ് വി ടി എന്നാണ് കിട്ടുക. അപ്പോൾ ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക, ഇത് ഒരു പരാബോളയുടെ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഗ്രാഫ് ഒരു പരാബോളയായിരിക്കും ഏകദേശം, പക്ഷേ ചില കണ്ടീഷൻസ് കൊടുക്കാനുണ്ട്. അതായത് ഇവിടെ നമുക്ക് ടൈം ടി ഇസ് ഈക്വൽ ടു 0, അതായത് സ്റ്റാർട്ടിംഗ് ടൈമിൽ x1 മൈനസ് x2ൻ്റെ പ്രത്യേകത നോക്കാം. എന്താണ്, ഇവിടെയും ടി ഉണ്ട്, ഇവിടെയും ടി ഉണ്ട്, അതുകൊണ്ട് ഇത് മൊത്തം 0 ആയി പോകും. x1 മൈനസ് x2 0 ആയി പോകും. എന്ന് വെച്ചാൽ അതെല്ലാ ഗ്രാഫിലും ഉണ്ട് അല്ലെ, സ്റ്റാർട്ട് ചെയ്യുന്നത് x1 മൈനസ് x2 സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്ന്. ഇനി നമുക്ക് പറയാനുള്ളത് സ്ലോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക, ഡിസ്പ്ലേസ്മെന്റ് x1 മൈനസ് x2 ബൈ ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, അതായത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, നോക്കൂ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 2 AT raised to 1 എന്ന് കിട്ടും. അപ്പോൾ 2 × 2 ക്യാൻസൽ ആയി,
നമുക്ക് കിട്ടും, അതായത് ഹാഫ് ഇൻറ്റു എ അവിടെ ഉണ്ട്, ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2t മൈനസ് 1 അല്ലെങ്കിൽ 2 മൈനസ് 1 തന്നെ മൈനസ് വി എന്ന് കിട്ടും. ദാറ്റ് ഈസ് സ്ലോപ്പ് കണ്ടാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഈ 2ഉം ക്യാൻസൽ ചെയ്ത് at മൈനസ് വി എന്ന് കിട്ടും. ഇവിടെ സ്ലോപ്പ് 0 ആവുന്നത് എപ്പോഴാണ്, വി ബൈ എ എന്ന ഈ റേഷ്യോ എടുത്തു നോക്കൂ. വി ബൈ എ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ടി ഇസ് ഈക്വൽ ടു വി ബൈ എ ആണെങ്കിൽ ഈ ടിക്ക് വി ബൈ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് 0 ആണ് കിട്ടുക. ശരിയല്ലേ? അപ്പോൾ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0 വെൻ ടി ഇസ് ഈക്വൽ ടു വി ബൈ എ ആയിരിക്കും. ഇനി ഇതേ ഇക്വേഷന് ടി ലെസ് ദാൻ വി ബൈ എ ആണെങ്കിൽ എന്താ അവസ്ഥ, ടി ലെസ് ദാൻ വി ബൈ എ ആണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇഫ് ടി ഇസ് ഈക്വൽ ടി ലെസ് ദാൻ വി ബൈ എ, സ്ലോപ്പ് എന്തായിരിക്കും, സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. ഇനിയോ ടി ഗ്രേറ്റർ ദാൻ വി ബൈ എ ആണെങ്കിലോ, അതായത് ഈ ഇക്വേഷനിൽ ഈ ടി വി ബൈ എനേക്കാളും കൂടുതലാണെങ്കിൽ ഈ ടേം വലുതാവും, ഇത് ചെറുതാവും. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇക്വേഷൻ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്തായിരിക്കും, സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഗ്രാഫിലേക്ക് നോക്കാം. ഈ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്, x1 മൈനസ് x2 0 ആവുന്നത്, അതുപോലെ ടി ലെസ് ദാൻ വി ബൈ എ ആവുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ്, ടി ഗ്രേറ്റർ ദാൻ വി ബൈ എ ആവുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ്. നോക്കൂ, ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ പാർട്ടിക്കിൾ ഈസ് ത്രോൺ എബോവ് ദെൻ കറക്റ്റ് വി ടി ഗ്രാഫ് വിൽ ബി. അതായത് നമ്മൾ നേരെ മേലോട്ട് എറിയാണ്, ഒരു കല്ല് നേരെ മേലോട്ട് എറിയുമ്പോൾ എന്താ സംഭവിക്കുക, അതിന്റെ ആദ്യം നമ്മൾ എറിയുമ്പോൾ നല്ല വെലോസിറ്റി ഉണ്ടായിരുന്നു, ആ വെലോസിറ്റി കുറഞ്ഞു വരും. മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അവിടെയുള്ള വെലോസിറ്റി 0 ആവും. പിന്നെ അത് ഡയറക്ഷൻ മാറ്റിയിട്ടാണ് താഴോട്ട് വരിക. അപ്പോൾ ഡയറക്ഷൻ മാറ്റുമ്പോൾ വെലോസിറ്റി നെഗറ്റീവായിട്ട് കൂടി വരും. അപ്പോൾ ഇതിനകത്ത് നോക്കൂ, ഈ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. അതിന്റെ കാരണം സ്റ്റാർട്ടിങ്ങിൽ നല്ല വെലോസിറ്റി ഉണ്ടായിരുന്നു, എന്നാൽ മേലോട്ട് പോകും തോറും അതിന്റെ വെലോസിറ്റി കുറഞ്ഞു വന്ന് ഒരു പ്രത്യേക സമയത്തിയപ്പോൾ വെലോസിറ്റി 0 ആയി. പിന്നെ ഡയറക്ഷൻ മാറ്റിയിട്ട് താഴോട്ട് തന്നെ വരികയാണ്. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിൽ ഡയറക്ഷൻ മാറിയതുകൊണ്ട് കല്ല് നേരെ മാക്സിമം ഹൈറ്റിലെത്തിയാൽ പിന്നെ താഴോട്ടല്ലേ പോരുക. ബാക്കി ഒരു ഗ്രാഫും അത് പറഞ്ഞു തരുന്നില്ല. കാരണം ഈ ഗ്രാഫ് ആണ് പിന്നെങ്കിലും ഡൗട്ട് ഉണ്ടാവുക. ഇതിന്റെ അർത്ഥം ആദ്യമേ വെലോസിറ്റി 0 എന്ന് മാക്സിമം ആവുന്നു എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കല്ല് മേലോട്ട് എറിയുമ്പോൾ അതിന്റെ വെലോസിറ്റി കുറഞ്ഞു വരില്ലേ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഗ്രാഫ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ടൈം ഈസ് ഗിവൺ ആസ് ദിസ്, ദി കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ബി. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്, ഇത് പകുതി സമയം ആക്സലറേറ്റഡ് മോഷൻ ആണ്. നമ്മൾ തൊട്ട് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ ഡിസിലറേറ്റഡ് മോഷൻ ആണ് പകുതി വരെ. എന്താ കാരണം, ഇതിന്റെ ഈ ഒരു ഗ്രാഫിന്റെ ആ ഒരു കർവ് നോക്കൂ, ഇങ്ങനെയാണ്. അപ്പോൾ സ്പീഡ് കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഡിസിലറേറ്റഡ് മോഷന്റെ ഗ്രാഫാണ് ഈ പകുതി. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വെലോസിറ്റി കൂടി വരികയാണ്, അല്ലെങ്കിൽ വെലോസിറ്റി ആക്സിലറേഷൻ ആണ് ഈ പ്രത്യേകത. എന്താണ്, ഈ മോഷൻ ഒരു ആക്സിലറേറ്റഡ് മോഷനാണ്, പക്ഷെ പകുതി അത് ഡിസിലറേഷനും ബാക്കി പകുതി ആക്സിലറേറ്റഡ് മോഷനാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏ സമയത്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുക, ആലോചിച്ച് നോക്കിയാൽ. ഒരു കല്ല് മേലോട്ട് എറിയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം, മേലോട്ട് എറിയുമ്പം ആദ്യം അതിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരികയാണ്, മാക്സിമം ഹൈറ്റിലെത്തി, പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടി വരികയാണ്. അപ്പൊ ശരിക്കും ഈ ഒരു സിറ്റുവേഷൻ എന്ത് തന്നെയാണ്, ഒരു കല്ല് നമ്മൾ മേലോട്ട് എറിഞ്ഞ് അത് താഴോട്ട് വീഴുന്ന സിറ്റുവേഷൻ തന്നെയാണ്. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ, വെലോസിറ്റി ആദ്യം നല്ലോണം ഉണ്ടാവും, കുറഞ്ഞു 0 ആവും. പിന്നെയോ വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഡയറക്ഷൻ മാക്സിമം ഹൈറ്റിൽ നിന്നും തിരിച്ചു വീഴുമ്പോൾ അതിന്റെ ഡയറക്ഷൻ മാറില്ലേ, മാറുമ്പോൾ അത് നെഗറ്റീവ് ആവില്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ, എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് അറ്റ് t = 0 ആൻഡ് അണ്ടർഗോസ് ആൻ ആക്സലറേഷൻ a in m/s² with the time t in seconds which is as shown here. ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആക്സലറേഷൻ m/s²ലും ടൈം സെക്കൻഡിലും എടുത്ത ഒരു ഗ്രാഫാണ് ഇത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് plots presents velocity v in meter per second versus time t in seconds. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്നും നമുക്ക്
ആക്സിലറേഷനുള്ള ഇക്വേഷൻ അറിയാം, എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ? അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ആക്സിലറേഷൻ മാറ്റമൊന്നുമില്ല. 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇങ്ങനെ സമയം ഇങ്ങനെ രണ്ടാമത്തെ സെക്കൻഡ് ആകുമ്പോഴും 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആണ് ഇതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടിക്കൂടി വരുന്നത്. എന്നുവെച്ചാൽ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ 3 ഇൻറ്റു ആ ടൈം ഏതാണ്? 2 എന്ന് വെച്ചാൽ നമുക്ക് AT എന്ന ഈ ഒരു ടേമിൽ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ 6 മീറ്റർ പെർ സെക്കൻഡ് ഉള്ള 2 ഗ്രാഫുകളുണ്ട്. അതിലൊന്ന് A ഇതാണ്, 2 B അല്ലെ? എയും ബിയും ഏതോ ഒന്നാണ് ഇതിൻ്റെ ആൻസർ. ഇനി ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ സെക്കൻഡിൽ എന്താണ് സംഭവിച്ചത്? രണ്ടാമത്തെ സെക്കൻഡ് വരെ അതിൻ്റെ വെലോസിറ്റി, രണ്ടാമത്തെ സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെലോസിറ്റി കുറയാണ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കുറയാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഷോസ് എ റിയലിസ്റ്റിക് സിറ്റുവേഷൻ ഫോർ എ ബോഡി ഇൻ മോഷൻ? അപ്പോൾ നമുക്ക് 4 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷനിൽ ടൈം അല്ലെ, എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരേ സമയത്ത് 2 വെലോസിറ്റി പോസിബിൾ അല്ല നമ്മൾ റിയൽ ലൈഫിൽ. അപ്പോൾ ഈ കേസ് നോക്കൂ, ഡിയുടെ പ്രത്യേകത എന്താണ്? ഈ സമയത്ത് ഇതും വെലോസിറ്റിയാണ്, ഇതും ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയാണ്. അതേപോലെ ഈ ടൈം, ഈ ഒരു പ്രത്യേക ടൈമിൽ ഇതിന് 1, 2, 3 വെലോസിറ്റി ഉണ്ട്. അതേപോലെ ആലോചിച്ച് നോക്കൂ, ഇവിടെയും അങ്ങനെ തന്നെ ഒരേ സമയത്ത് 1-ലധികം വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഈ 3 ഗ്രാഫും എയും സിയും ഡിയും പോസിബിൾ അല്ല. എന്നാൽ ബി, ഈ ഓപ്ഷൻ ബി എന്താണ്? പോസിബിൾ ആണ്. ഇത് ആണ് റിയലിസ്റ്റിക് സിറ്റുവേഷൻ ഫോർ എ ബോഡി ഇൻ മോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ ഇസ് ഷോൺ അഹെഡ്. ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് നെഗറ്റീവ് അറ്റ് ദ പോയിന്റ്. ഏത് പോയിന്റിലാണ് ഇവിടെ നെഗറ്റീവ് വെലോസിറ്റി ഉള്ളത് എന്നാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ നിന്നും സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. അപ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ഇതാണ്, ഇവിടെ നെഗറ്റീവ് സ്ലോപ്പാണ്, ഇവിടെ വീണ്ടും പോസിറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ ഈ ഭാഗത്താണ് നെഗറ്റീവ് സ്ലോപ്പ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഈ ചാപ്റ്ററിൽ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, അതുപോലെ സ്പീഡ്, വെലോസിറ്റി, പിന്നെ ആക്സലറേഷൻ. ഇത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസും പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷനുമാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് സ്പീഡിനെ കുറിച്ച്, ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് സ്പീഡ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, എഴുതി വെക്കേണ്ട 2 പോയിന്റ് പറയാം. സ്പീഡ്, ഒരു ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് പിന്നെ 0 ആവില്ല. സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ആവറേജ് സ്പീഡ് ഉണ്ട്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇനി വെലോസിറ്റി ആണ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. വെലോസിറ്റിയെ കുറിച്ച് ഉള്ള പോയിന്റ്, വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ വെലോസിറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോഡി അതിൻ്റെ മോഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആവാൻ കഴിയും, അതുപോലെ അതിന് നെഗറ്റീവ് ആവാനും കഴിയും. ആവറേജ് വെലോസിറ്റി എന്നാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. അതേപോലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഉണ്ട്, ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലുള്ള വെലോസിറ്റിയാണ്. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ നമ്മൾ dx/dt എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനെ കുറിച്ച് നോക്കാം. ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് നമ്മൾ
പറയാൻ പോകുന്നത് 4 എണ്ണമുണ്ട്. അതിൽ ഒന്നാമത്തതാണ് വെലോസിറ്റി ടൈം റിലേഷൻ. v = u + at. ഇവിടെ v എന്നാൽ ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് t ഈസ് ടൈം. അടുത്ത റിലേഷൻ നമ്മൾ പറയും പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ ടൈം റിലേഷന് s = ut + ½ at² എന്നാണ്. ഇവിടെ s ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതുപോലെ നേരത്തെ പറഞ്ഞ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. മൂന്നാമത്തെ റിലേഷനാണ് വെലോസിറ്റി പൊസിഷൻ റിലേഷൻ. അത് v² - u² = 2as ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക v² = u² + 2as എന്നും നമുക്ക് എഴുതാം. ഓക്കെ. നാലാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ടു ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ nth സെക്കൻഡ്. അത് എഴുതി വെക്കുക. Sn, അതായത് n എന്ന് വെച്ചാൽ nth സെക്കൻഡ് ആണ്. u + a/2 × 2n - 1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എപ്പോഴും നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദീസ് ഇക്വേഷൻസ് ആർ നോട്ട് വാലിഡ് ഫോർ നോൺ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. അപ്പം യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന് മാത്രമേ നമ്മൾ ഈ 4 ഇക്വേഷൻസും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിലാണ് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ മാറ്റാണെന്ന് നോക്കാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ ബോഡി അണ്ടർ ഗ്രാവിറ്റി. അതിൽ ഒന്നാമത്തെ വെലോസിറ്റി ടൈം റിലേഷൻ നമ്മൾ എഴുതുന്നത് എക്ക് പകരം g. ഇവിടെ എന്താണ് g? g = 9.8 m/s² ആണ്. അതേപോലെ രണ്ടാമത്തെ റിലേഷൻ എസിന് പകരം ഹൈറ്റ് ആണ്. അതായത് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് സർഫസ് ഓഫ് എർത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ സർഫസിൽ നിന്നും ഒരു ഉയരത്തിൽ ഒരു h ഉയരമാണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ h = ut + ½ gt². അടുത്ത റിലേഷൻ v² = u² + 2gh. ഇവിടെയും എന്തൊക്കെയാണ് മാറ്റം വന്നത്? ജിയും, അതായത് എക്ക് പകരം g, എസിന് പകരം h. ഇനി nth സെക്കൻഡിലെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് നമ്മൾ hn = u + g/2 × 2n - 1 ആയിരിക്കും. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച എൻട്രൻസ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ ബുള്ളറ്റ് ഫയർഡ് ഇൻ ടു എ ഫിക്സ്ഡ് ടാർഗറ്റ് ലോസസ് half of its velocity after penetrating 3 cm. How much further will it penetrate before coming to rest, assuming that it faces constant resistance in motion? അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കാം. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? പകുതി ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ പകുതി വെലോസിറ്റിയാണ് അത് 3 cm ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ പകുതി, അതായത് u/2 ആണ് പകുതി. അപ്പോൾ ഇവിടെ സ്ക്വയർ ഉള്ളത് കൊണ്ട് u/2² = u² + 2 × a × 3 cm ആണ് അല്ലേ? അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിൽ, കാരണം നോക്കൂ നമ്മുടെ ഓപ്ഷൻ സെൻറ്റിമീറ്ററിലാണ്, അതുകൊണ്ട് നമ്മൾ സെൻറ്റിമീറ്ററിൽ തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ നമുക്ക് കിട്ടും u²/4 - u² = 6a എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് a അല്ലെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. 6a = എന്താ കിട്ടുക? ഇവിടെ u²/4 - u² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക? u² - 4u²/4 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 6a കിട്ടുന്നത് -3u²/4 എന്നായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് a കണ്ടുപിടിക്കാം -3u²/24 ആയിരിക്കും. അപ്പോൾ a നമുക്ക് കിട്ടുന്നത് -u²/8 എന്നായിരിക്കും അല്ലേ? 24ൽ 3 8 പ്രാവശ്യമുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഡിസലറേഷനിൽ ഇത് പോകുമ്പോൾ, അതായത് u അതിൻ്റെ പകുതിയായി അവിടെ നിന്ന് അങ്ങോട്ട് റെസ്റ്റിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഇവൻ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ v² = u² + 2as വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ എന്താ കണ്ടീഷൻ എന്തൊക്കെയാണ്? റെസ്റ്റിൽ വരിക, അതായത് v 0 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ യുവിൻ്റെ പകുതിയായി അല്ലേ? അപ്പോൾ u
ബൈ 2 സ്ക്വയർ ആണ്, യു ബൈ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എന്താണ് ഇവിടുത്തെ ഡിസിലറേഷൻ മൈനസ് യു സ്ക്വയർ ബൈ 8 ആണ് ഇൻറ്റു എസ്. ഈ എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് മൈനസ് യു സ്ക്വയർ ഇൻറ്റു എസ് ബൈ ഈ 2ഉം 8ഉം വെട്ടിയാൽ 4 ഇസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. അപ്പോൾ ഈ യു സ്ക്വയർ ബൈ 4ഉം അതുപോലെ ഈ യു സ്ക്വയർ ബൈ 4ഉം ഈ മൈനസും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ഇത് റെസ്റ്റിൽ വരുന്നതിന് മുമ്പ് 1 സെൻറ്റിമീറ്റർ ദൂരം സഞ്ചരിക്കും അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആക്സിലറേറ്റ്സ് അറ്റ് ദ റേറ്റ് എഫ് ത്രൂ എ ഡിസ്റ്റൻസ് എസ്, then continues at constant speed for time t and then decelerates at the rate f by 2 to come to rest. If the total distance travelled is 5s, then ഈ ഓപ്ഷനിൽ ഏതാണ് ശരിയെന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വീണ്ടും നമുക്ക് ഉപയോഗിക്കാം ഇക്വേഷൻ ഓഫ് മോഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ആക്സലറേറ്റ് ചെയ്യാണ്, എഫ് എന്നാണ് എക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് എസ് ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് 3 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ആക്സലറേറ്റ് ചെയ്യുമ്പം, പിന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ആക്സലറേഷൻ ഇല്ലാത്ത സമയത്ത്, പിന്നെ ഡിസലറേറ്റ് ചെയ്യുമ്പം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് 0 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റിയെ v1 എന്ന് വിളിച്ചാൽ v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 0 എടുത്തു പ്ലസ് 2 ഇൻറ്റു ആക്സലറേഷൻ പകരം എഫ് ആണ് ആ സമയത്തുള്ളത്, എസ് ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ എസ് ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ v1 നമുക്ക് കണ്ടുകൂടെ റൂട്ട് 2 ഇൻറ്റു എഫ് ഇൻറ്റു എസ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഈ കാറിന് യൂണിഫോം സ്പീഡാണുള്ളത് അല്ലെ, ആക്സലറേഷൻ ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒരു സിറ്റുവേഷനിൽ ആക്സലറേറ്റ് ചെയ്ത് ഇവൻ എത്തിയ വെലോസിറ്റി ഇനി മാറാൻ പോകുന്നില്ല. കാരണം യൂണിഫോം സ്പീഡിലാണ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. പക്ഷേ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറും. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അപ്പോൾ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് S1 എന്ന് വിളിക്കാം. S1 ഈസ് ഈക്വൽ ടു വെലോസിറ്റി, അതായത് ഇപ്പോൾ അറ്റൻഡ് ചെയ്ത v1 ഇൻറ്റു ടൈം t. അപ്പോൾ നമുക്ക് S1നെ എന്താ, ഓൾറെഡി v1 നമുക്ക് അറിയാം, അത് റൂട്ട് 2fs ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം റൂട്ട് 2 ഇൻറ്റു എഫ് ഇൻറ്റു എസ് ഇൻറ്റു ടി. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ സിറ്റുവേഷനാണ് ഡിസലറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഡിസലറേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ഈ എടുത്തിരിക്കുന്ന റൂട്ട് 2fs ആണ്, പക്ഷേ ഫൈനൽ 0 ആണ്. അതുകൊണ്ട് വീണ്ടും വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s എന്ന ഇക്വേഷനിൽ നമുക്ക് എഴുതാം 0 ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു എഫ് ഇൻറ്റു എസ് ഹോൾ സ്ക്വയർ അല്ലേ, യു സ്ക്വയർ പ്ലസ് 2as ആണ്. 2 ഇൻറ്റു ഡിസലറേറ്റ് ചെയ്യുന്നത് f/2 റേറ്റിലാണ്. f/2 അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻറ്റു ആ സമയത്ത് ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് S3 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 0 ഈസ് ഈക്വൽ ടു റൂട്ടിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അല്ലേ, 2 ഇൻറ്റു എഫ് ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു f/2 ഇൻറ്റു S3. എന്താണ് ഇവിടെ മൈനസ് വരാനുള്ള കാരണം, f/2 എന്ന് വെച്ചാൽ ഡിസലറേഷൻ ആണ്. ഡിസലറേഷൻ ഇവിടെ മൈനസ് കൊടുക്കണം. അപ്പോൾ ഈ ടേം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 2 ഇൻറ്റു എഫ് എസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു f/2 ഇൻറ്റു S3 എന്ന് വെച്ചാൽ ഈ 2ഉം ക്യാൻസലായി നമുക്ക് കിട്ടും S3 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ എഫും ക്യാൻസലായി 2s ആണ്. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. അപ്പോൾ മൊത്തം ഒരു കാര്യം കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് ഇത്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് 5s ആണ്. എന്നുവെച്ചാൽ ആദ്യമുള്ള എസ് പ്ലസ് രണ്ടാമതുള്ള S1 പ്ലസ് മൂന്നാമതുള്ള സിറ്റുവേഷന് ശേഷമുള്ള S3 ഇസ് ഈക്വൽ ടു 5s ആണ്. അപ്പോൾ നമുക്ക് എസ് അങ്ങനെ തന്നെ എഴുതാം. S1ന് പകരം നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും റൂട്ട്
2 ഇൻറ്റു എഫ് ഇൻറ്റു എസ് ഇൻറ്റു ടി എന്ന് എഴുതി പ്ലസ് S3ക്ക് പകരം നമുക്ക് 2s ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു എസ് എന്ന് എഴുതാം അല്ലേ. 2sഉം എസും 3s ആണ്. അത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 5s മൈനസ് 3s 2s ആണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി റൂട്ട് 2 ഇൻറ്റു എഫ് എസ് ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 5s മൈനസ് ഈ 2sഉം എസ് കൂട്ടിയ 3s കുറച്ചാൽ 2s. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് എന്താണെന്നല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ 2 ഇൻറ്റു എഫ് ഇൻറ്റു എസ് ഇൻറ്റു സ്ക്വയർ ചെയ്യുമ്പം ഈ ടി റൂട്ടിന് പുറത്തായതുകൊണ്ട് ഇവിടെ സ്ക്വയർ വരും ഇസ് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ വരുമ്പോൾ 4s സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഒരു എസ്സും ഇതിനകത്തുള്ള എസ് സ്ക്വയറിലൊന്നും പോവും. ഈ 2ഉം ഈ 4ഉം ക്യാൻസലായി ഇവിടെ 2 വരും. സോ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് എഫ് ഇൻറ്റു ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2s എന്നാണ്. അതുകൊണ്ട് തന്നെ എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നോക്കൂ, ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പം 1/2 ഇൻറ്റു എഫ് ടി സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ആൻസർ. നമുക്ക് ഓപ്ഷൻ നോക്കാം. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എഫ് ടി സ്ക്വയർ. സി ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ടു ബി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ടൈം ഇലാപ്സ്ഡ്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ ഓഫ് ദ ബോഡി ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം, ഡിക്രീസിങ് വിത്ത് ടൈം, കോൺസ്റ്റന്റ് ബട്ട് നോട്ട് 0, പിന്നെ ഓപ്ഷൻ ഡി 0. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ടൈം ആണ്. അപ്പോൾ t⁻³ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആക്സലറേഷനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പ്രൊപ്പോർഷണൽ ടു എന്താണ്, x⁻n. എന്നിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, nx⁻n - 1 എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 3t⁻² എന്ന് കിട്ടും. അപ്പോൾ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു 3t² എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dv/dt ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 3 ഇൻറ്റു 2t എന്ന് കിട്ടും അല്ലേ. ഇതേ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ dv/dt ആക്സലറേഷൻ ആണ്. a പ്രൊപ്പോർഷണൽ ടു 6t ആണ്. ഇവിടെ 6 കോൺസ്റ്റന്റ് ആണ്. സോ a പ്രൊപ്പോർഷണൽ ടു t എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ആക്സലറേഷൻ ഇൻക്രീസിങ് വിത്ത് ടൈം എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ബോഡി എ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് വിത്ത് ആൻ ആക്സലറേഷൻ a1. ആഫ്റ്റർ 2 seconds another body b starts from rest with an acceleration a2. If they travel equal distances in the 5th second after the start of a, then the ratio a1 is to a2 is equal to. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എന്നുള്ള ആ സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് എ സ്റ്റാർട്ട് ചെയ്തിട്ട് 5th സെക്കൻഡ് എന്ന് വെച്ചാൽ നമുക്ക് എസ് 5th എന്നെടുക്കാം. എസ് 5th ഇതാരെയാണ്, എ. അത് ഈക്വൽ ആവുന്നു എപ്പോൾ, 2 സെക്കൻഡിന് ശേഷം ബി സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3ാമത്തെ സെക്കൻഡിൽ അല്ലെങ്കിൽ 3rd സെക്കൻഡിൽ S3 അല്ലേ, 3rd ഓഫ് ബി, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a1 അതായത് ബി എന്ന ബോഡി ഒരു ആക്സലറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് a2. ഓൾറെഡി എ എന്ന ബോഡി ഒരു ആക്സലറേഷൻ a1ലാണ് പോകുന്നത്. അത് 5ാമത്തെ സെക്കൻഡിന് ശേഷം അല്ലെങ്കിൽ 5th സെക്കൻഡിൽ എന്താണോ എയുടെ ഡിസ്പ്ലേസ്മെന്റ്, അതേ ഡിസ്പ്ലേസ്മെന്റ് 2 സെക്കൻഡിന് ശേഷം ട്രാവൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ബി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിലും അത് നല്ല ആക്സലറേഷൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ രണ്ടും റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5th സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്നെ നമ്മൾ 5 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ u 0 ആയതുകൊണ്ട് u പ്ലസ് a1 ആണ് അല്ലേ. ആദ്യത്തെ എയുടെ ആക്സലറേഷൻ a1 ആണ്. അതുകൊണ്ട് a/2 ഇൻറ്റു 2 ഇൻറ്റു 5 - 1 വിച്ച് ഈസ് ഈക്വൽ ടു
എസ് തേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നിന് 3 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റൻ പ്രകാരം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, പ്ലസ് ആക്സലറേഷൻ ഓഫ് ബി എന്താണ്, A2 ആണ്. A2/2 ഇൻറ്റു 2 ഇൻറ്റു n ആണ്. 3 ആണ് കൊടുക്കേണ്ടത് എന്നിനല്ലേ. അപ്പോൾ നമുക്ക് 6 - 1 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A1/2 ഇൻറ്റു 10 - 1 ആണല്ലേ. അപ്പോൾ 9 അല്ലേ, 9 വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ A2/2 ഇൻറ്റു 5 എന്നും വരും. അപ്പോൾ നമുക്ക് ആൻസർ ആയി. ഇവിടെ ഈ 2ഉം അതുപോലെ ഈ 2ഉം ക്യാൻസലായി. അപ്പോൾ നമുക്ക് A1/A2 റേഷ്യോ കണ്ടുപിടിക്കാം. A1/A2 എന്താ കിട്ടുക, A1/A2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5/9 എന്നാണ് കിട്ടുക. 5/9 വിച്ച് മീൻസ് 5:9 അല്ലേ. 5:9 ആണ്. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ബോൾ ഇസ് ത്രോൺ അപ്പ് വെർട്ടിക്കലി വിത്ത് വെലോസിറ്റി V0, it reaches a maximum height of h. If one wishes to triple the maximum height, then the ball should be thrown with velocity. ഏതാണ് വെലോസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി V0 വെലോസിറ്റിയിൽ എറിഞ്ഞപ്പോൾ അത് h ഉയരത്തിലെത്തി. ഇനി അത് 3h ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ V0 എത്രയാക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് V² ഈസ് ഈക്വൽ ടു U² പ്ലസ് 2as എന്ന ഇക്വേഷനിൽ മാക്സിമം ഹൈറ്റിലെത്തുമ്പം ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ക്വസ്റ്റ്യനിൽ V0 എന്ന് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, -2g ഇൻറ്റു h. ഇവിടെ g നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. അപ്പോൾ ഇവിടുന്ന് V0² നമുക്ക് കിട്ടും 2gh. ഇനി നമുക്ക് ഇവിടെ 2ഉം ജിയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് V0² പ്രൊപ്പോർഷണൽ ടു h എന്ന് എഴുതാം അല്ലേ, ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് കാണേണ്ടത് V0' ആണ് കാണേണ്ടത്. എപ്പോ hന് 3 കൊടുക്കുമ്പോൾ. അപ്പോൾ V0' പ്രൊപ്പോർഷണൽ ടു 3h ആവണമെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് 2/1 ചെയ്ത് കഴിഞ്ഞാൽ V0'²/V0² ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് രണ്ട് സമയത്തും എന്ത് തന്നെയാണ്, 2g ആയതുകൊണ്ട് നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് 3h/h എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ h ഉം ക്യാൻസൽ ആയാൽ നമുക്ക് എഴുതാം V0' is equal to 3 ഇൻറ്റു V0². പക്ഷേ നമുക്ക് ഓപ്ഷനിൽ നമ്മളോട് സ്ക്വയർ അല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ V0' എന്നാൽ എന്താ വരിക, √3 ഇൻറ്റു V0². V0² റൂട്ട് V0 തന്നെയാണ്. അപ്പോൾ V0' അല്ലെങ്കിൽ 3 മടങ്ങ് അല്ലെങ്കിൽ 3h ആക്കുമ്പോൾ നമുക്ക് 3 മടങ്ങ് ആവണമെങ്കിൽ, hന് പകരം 3h കിട്ടണമെങ്കിൽ നമ്മൾ V0' അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ആദ്യം ഉള്ളതിൻ്റെ എത്ര കൊടുക്കണം, √3 ടൈംസ് ഇനീഷ്യൽ വെലോസിറ്റി നേരത്തെ കൊടുക്കണം. എന്ന് വെച്ചാൽ √3 V0 ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇക്വേഷൻ x is equal to 8 plus 12t minus t³. എക്സ് ഇവിടെ മീറ്ററിലും ടി സെക്കൻഡിലും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റിട്ടാർഡേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ വെൻ ഇറ്റ്സ് വെലോസിറ്റി ബിക്കം 0 ഈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്പ്ലേസ്മെന്റ് തന്നതുകൊണ്ട് തന്നെ dx/dt കണ്ടാൽ, അല്ലെങ്കിൽ ഈ ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 8ൽ ടി ഇല്ലാത്തതുകൊണ്ട് 0 പ്ലസ് 12t ആണല്ലേ. അപ്പോൾ 12 മൈനസ് 3t⁻². അപ്പോൾ വെലോസിറ്റി dx/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണല്ലോ, 12 മൈനസ് 3t² കിട്ടി. അപ്പോൾ വെലോസിറ്റി 0 ആവുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് 0 is equal to 12 മൈനസ് 3t² എന്ന് എഴുതിയാൽ ഈ ഒരു ഇക്വേഷന് നമുക്ക് ഈ -3t² അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 3t² is equal to 12 എന്നും t² is equal to 12/3 എത്ര 4 എന്നും, അപ്പോൾ t is equal to 2 സെക്കൻഡ് എന്നും കിട്ടും. അപ്പോൾ ടൈം കിട്ടി. അപ്പോൾ ഇതേ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക, അതായത് ഈ ഒരു ഞാനിപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ ഇക്വേഷനെ
ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ അല്ലേ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 12ൻ്റെ കൂടെ ടൈം ഇല്ലാത്തതുകൊണ്ട് 0 മൈനസ് 3t² നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 3 ഇൻറ്റു 2t എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ് ഈ മൈനസ് വന്നത്. അപ്പോൾ -6t എന്ന് കിട്ടും. അപ്പോൾ വെലോസിറ്റി 0 ആയപ്പം ടൈം നമുക്ക് എത്ര കിട്ടി? 2 സെക്കൻഡ് കിട്ടി. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ -6 ഇൻറ്റു 2 എത്ര കിട്ടും? റിട്ടാർഡേഷൻ നമുക്ക് കിട്ടും 12 m/s² അല്ലേ. അപ്പോൾ റിട്ടാർഡേഷൻ എന്നുള്ളതുകൊണ്ടാണ് ഈ മൈനസ് വരുന്നത്. അപ്പോൾ നമ്മളെ ഓപ്ഷൻ ഡി ആണ് 12 m/s² റിട്ടാർഡേഷൻ അഥവാ -12 m/s². അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 100 meter long train is moving with a uniform velocity of 45 km/h. The time taken by the train to cross a bridge of length 1 kilometer is. അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് 100 meter ആണ്. അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് എത്രയാണ്? 1 kilometer ആണ് അല്ലേ, 1 kilometer ആണ്. അപ്പോൾ ഇവിടെ ഈ ട്രെയിനിൻ്റെ മൊത്തം ഡിസ്റ്റൻസും ഈ 1 kilometer കവർ ചെയ്യുമ്പോഴേ ഉള്ളൂ ട്രെയിൻ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു ബ്രിഡ്ജ് കവർ ചെയ്യുള്ളൂ അല്ലേ. അപ്പം ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രെയിൻ ഉണ്ടായിരിക്കേണ്ടത് 100 meter പിന്നെ ആ ബ്രിഡ്ജിൻ്റെ 1 kilometer അത് കടന്നു പോകുമ്പോഴാണ് ഈ ട്രെയിൻ പൂർണ്ണമായിട്ടും ഈ പാലത്തിൻ്റെ ഈ സൈഡിലെത്തും ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 45 km/h ആണ് തന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് കിട്ടിയ ആൻസറിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ സെക്കൻഡിലാണ്, SI യൂണിറ്റിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് 45 ഇൻറ്റു 5/18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ m/s മാറ്റാം. പിന്നെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണുള്ളത്? അത് 1 kilometer 1100 meter ആണ്. 1 kilometer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 meter ആണ്. 1000 meter + 100 1100 meter ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ടൈം കണ്ടുപിടിക്കണമെങ്കിൽ v = s/t ആണെങ്കിൽ അപ്പോൾ നമുക്ക് t = s/v കിട്ടും. s ഓൾറെഡി 1100 ആണ്. ഡിവൈഡഡ് ബൈ നമുക്ക് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് 45 ഇൻറ്റു 5/18 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1100 ഇൻറ്റു 18/225. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 88 സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ സ്മോൾ ബ്ലോക്ക് സ്ലൈഡ്സ് വിത്തൗട്ട് ഫ്രിക്ഷൻ ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. ലെറ്റ് Sn be the distance travel from t is equal to n-1 to t is equal to n. Then Sn by Sn plus 1 is. ഇവിടെ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ Sn ഈസ് ഈക്വൽ ടു u പ്ലസ് a/2 ഇൻറ്റു 2n-1 എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ Sn എന്നുള്ള ഇക്വേഷൻ ഇത് തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1. ഇനി n+1 ടൈമിനാണെങ്കിലോ Sn+1 ആണ് ഇനി കാണുന്നത്. അപ്പോൾ Sn+1 ഈസ് ഈക്വൽ ടു u പ്ലസ് a/2 ഇൻറ്റു 2 ഇൻറ്റു n+1 മൈനസ് 1 കിട്ടും. അപ്പോൾ ഇതിനെ Sn+1 നമുക്ക് എഴുതാം u പ്ലസ് a/2 ഇൻറ്റു 2n+2 മൈനസ് 1 എന്ന് കിട്ടും. +2 - 1 ചെയ്താൽ നമുക്ക് എന്താ +1 അല്ലേ കിട്ടുക. അപ്പോൾ Sn+1 എഴുതാം u പ്ലസ് a/2 ഇൻറ്റു 2n+1, ഇക്വേഷൻ നമ്പർ 2. ഇതിൽ രണ്ടിലും ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ഫ്രം റെസ്റ്റിൽ നിന്നാണ് അല്ലേ. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവും 0 ആയിരിക്കും, അതുപോലെ ഈ യുവും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് Sn/Sn+1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് a/2 ഇൻറ്റു 2n - 1 ഡിവൈഡഡ് ബൈ
ഈ n+1 നമുക്ക് എന്താ കിട്ടുക, ഈ u 0 ആട്ടോ, ഈ യും 0 ആണ്, കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സ്റ്റാർട്ടിങ് റെസ്റ്റിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. a/2 × 2n+1 കിട്ടും. അപ്പോൾ a/2ഉം a/2ഉം ഇവിടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ Sn/Sn+1 എന്തായിരിക്കും? 2n-1/2n+1 എന്നല്ലേ കിട്ടുക. അപ്പോൾ ഇതിനകത്ത് ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് ദ യൂഷ്വൽ നൊട്ടേഷൻസ് ദി ഫോളോയിങ് ഇക്വേഷൻസ് വിച്ച് ഇസ് ഈക്വൽ ടു u + ½ a × 2t - 1 ഈസ്. ഇത് ഈ ഇക്വേഷൻ നമുക്ക് കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഒരു ഒബ്ജക്റ്റിൻ്റെ nth സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഇക്വേഷൻ ഇസ് ബോത്ത് ന്യൂമറിക്കലി ആൻഡ് ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഈ ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ആ പേരിൽ തന്നെയുണ്ട്, ഒരു ഒബ്ജക്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം, ബ്രേക്ക് അപ്ലൈ ചെയ്താൽ അത് ഡിസലറേറ്റഡ് മോഷൻ ആവും അല്ലേ, അങ്ങനെ അപ്ലൈ ചെയ്ത മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിള് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ds = u²/2a. ഇവിടെ a ഡിസിലറേഷൻ ആണ്, അത് പ്രത്യേകം ഓർക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത 1-2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. A car is moving with the speed of 50 km/h can be stopped by brakes after at least 6 meters. If the same car is moving at a speed of 100 km/h, the minimum stopping distance is. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ d = u²/2a ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ d തന്നിട്ടുണ്ട്, 6 മീറ്റർ ആണ്. ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇനീഷ്യലി 50 km/h മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന് a നമുക്ക് u²/2d എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇവിടെ u² നമുക്ക് ഇവിടെ 50 km/h എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓപ്ഷനിൽ SI യൂണിറ്റിലാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 50യെ നമുക്ക് 5/18 ചെയ്തുകൊണ്ട് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതാക്കിയാൽ കിട്ടുന്നത് 125/9 മീറ്റർ/സെക്കൻഡ് ആണ്. ഈ 50 km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റിയാൽ u² ആണ്. അപ്പോൾ ഈ 125/9ന്റെ സ്ക്വയർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. 125 × 125/9 × 9 ഇവിടെ 2ഉം അതുപോലെ 6ഉം ഉണ്ട്. 16 മീറ്റർ/സെക്കൻഡ് എന്നുവെച്ചാൽ ഈ ഒബ്ജക്റ്റ് 6 മീറ്ററിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 50 km/h മൂവ് ചെയ്യുന്ന ഈ ഒരു കാറ് 6 മീറ്ററിൻ്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ ഇത്രയും ഡിസിലറേഷൻ കൊടുക്കണം. ഇത് റിട്ടാർഡേഷനാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതേ കാറ് 100 km/h മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലോ ഇതേ റിട്ടാർഡേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ആയിരിക്കും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് ചോദ്യം. അപ്പോൾ d = u²/2a ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാം. ഇവിടെ u 100 km/h ആണ്. അപ്പം 100നെ നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? ഇവിടെ 9, ഇതിൻ്റെ പകുതി 50, 250/9 മീറ്റർ/സെക്കൻഡ് ആണ് ഇതിനെ മാറ്റിയാൽ കിട്ടുക. അപ്പോൾ d = ഇതിൻ്റെ സ്ക്വയർ 250 × 250 ഡിവൈഡഡ് ബൈ 9 × 9 81 × 2 × നമുക്ക് കിട്ടിയ റിട്ടാർഡേഷൻ 16 മീറ്റർ/സെക്കൻഡ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 24.1 മീറ്റർ ആണ്. എന്നുവെച്ചാൽ നമ്മളുടെ ഓപ്ഷനിൽ അതിനോടടുത്ത് നിൽക്കുന്ന ആൻസർ ഓപ്ഷൻ സി 24 മീറ്റർ ആണ്. ദിസ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്പീഡ്സ് ഓഫ് 2 ഐഡന്റിക്കൽ കാർസ് ആർ u and 4u at a specific instant. The ratio of the respective distances at which the 2 cars are stopped from that instant is. നേരത്തെ ഉപയോഗിച്ച സെയിം ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ കാറിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് d = u²/2a കിട്ടും.
ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. രണ്ടാമത്തെ കേസിൽ എന്താണ് പ്രത്യേകത? യുവിന് പകരം നമ്മൾ 4u കൊടുക്കണം അല്ലേ? അപ്പോൾ 4u സ്ക്വയർ ബൈ 2a. അപ്പോൾ ഇതിനെ നമുക്ക് ഇതെന്ത് കിട്ടും? ഇതിനെ 16u സ്ക്വയർ ബൈ 2a കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ D1 ഓൾറെഡി u സ്ക്വയർ ബൈ 2aക്ക് പകരം നമുക്ക് D1 കൊടുക്കാം. അപ്പോൾ D2 ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു D1 കിട്ടും. D1 ബൈ D2 നമുക്ക് കിട്ടുന്നത് 1 ബൈ 16 ആണ്. സോ ദ ആൻസർ 1:16. D, ഓപ്ഷൻ D is the answer of this question. അടുത്ത ടോപ്പിക്കാണ് റിലേറ്റീവ് വെലോസിറ്റി. The velocity of an object with respect to another object is called relative velocity. ഇപ്പോൾ A എന്ന് പറഞ്ഞ ബോഡിയും B എന്ന ബോഡിയും മൂവ് ചെയ്യാണ്, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, the relative velocity of A with respect to B, VAB is equal to VA minus VB ആയിരിക്കും. അതേപോലെ if they are moving in opposite direction, that is very important, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ VAB is equal to VA minus VB കൊടുക്കണം. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ VAB is equal to VA plus VB ആയിരിക്കും. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസ് നോക്കാം. The driver of a train traveling at 115 km/h sees on the same track 100 meter in front of him a slow train traveling in the same direction at 25 km/h. The least retardation that must be applied to faster train to avoid collision is. ഇതൊരു കോമൺ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അതേ ട്രാക്കിൽ മുമ്പിലായിട്ട് വേറൊരു ട്രെയിനും. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ട്രെയിൻ, അതായത് 115 km/h ട്രാവൽ ചെയ്യുന്ന ട്രെയിനിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് കിട്ടുന്നത് 115 മൈനസ് 25 ആയിരിക്കും. ദിസ് ഇസ് 90 km/h ആണ്. അപ്പോൾ ഈ റിലേറ്റീവ് വെലോസിറ്റി കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് റിട്ടാർഡേഷൻ എത്രയാണ് വേണ്ടതെന്നാണ് കണ്ടുപിടിക്കുന്നത്. V സ്ക്വയർ ഇസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷന് നമുക്ക് ഈ A കണ്ടുപിടിക്കണം. അപ്പോൾ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യണം, അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇപ്പോൾ ട്രെയിൻ രണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 90 km/h നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാം. അപ്പം കിട്ടുന്നത് 25 m/s ആണ് കിട്ടുന്നത്. അപ്പോൾ 25 × 25 ആണ്, നമ്മളിവിടെ സ്ക്വയർ കൊടുക്കണം, പ്ലസ് 2 × A × ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 ആണ്. അപ്പോൾ ഇവിടെ എസിന് പകരം നമ്മൾ 100 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 625 പ്ലസ് 200A എന്ന് കിട്ടും. 200A is equal to minus 625 കിട്ടും. ഇതിനകത്ത് A നമുക്ക് കിട്ടുന്നത് -625 ഡിവൈഡഡ് ബൈ 200 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3.125 m/s² ആണ്. അത് നെഗറ്റീവിൻ്റെ അർത്ഥം ഇത് റിട്ടാർഡേഷൻ ആണെന്നാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോം ആൻഡ് ഡിക്ക് ആർ റണ്ണിങ് ഫോർവേഡ് വിത്ത് സെയിം സ്പീഡ്. രണ്ടാളും ഒരേ സ്പീഡിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഫോളോയിങ് എ റബ്ബർ ബോൾ ടു ഈച്ച് അതർ അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് v ആസ് സീൻ ബൈ ദ ത്രോവർ. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ ഇങ്ങനെ കോൺസ്റ്റന്റ് സ്പീഡിൽ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു സാം ഹു ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട് ദ സ്പീഡ് ഓഫ് ബോൾ ഈസ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെയിം ആസ് v, ഗ്രേറ്റർ ദാൻ v, ലെസ് ദാൻ v ആൻഡ് നൺ ഓഫ് ദീസ്. ഇത് രണ്ടുപേരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ രണ്ടുപേരും ഒരേ വെലോസിറ്റിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറമെ നിന്ന് നോക്കുന്ന സാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടോമിനും ഡിക്കിനും വിത്ത് റെസ്പെക്ട് ടു ആ ബോളിൻ്റെ സ്പീഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ v ഈസ് ദ സ്പീഡ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ടോം ആണെങ്കിൽ ആ ബോളിൻ്റെ വെലോസിറ്റി മൈനസ്, രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ്, v ടോം. ടോമിന് നമുക്ക് t എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേ ബോളിന് വിത്ത് റെസ്പെക്ട് ടു
ഡിക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ബി മൈനസ് വി ഡി ആണ് കിട്ടുക. അല്ലെങ്കിൽ ഇവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും മതി, കാരണം രണ്ടുപേരും ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ബോളിൻ്റെ വെലോസിറ്റി വി ബി എന്തായിരിക്കും? വി പ്ലസ് വി ടി ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ച് കാണുകയാണെങ്കിലും ബോളിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? വി പ്ലസ് വി ഡി ആയിരിക്കും. അപ്പോൾ പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ബോളിൻ്റെ വെലോസിറ്റി വി പ്ലസ് വി ഡി അല്ലെങ്കിൽ വി പ്ലസ് വി ടി, അതായത് ഗ്രേറ്റർ ദാൻ വി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഇസ് കറക്റ്റ് ഫോർ ഒബ്ജക്ട് ഹാവിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ റെപ്രസെൻറ്റഡ് ബൈ ദി ഫോളോയിങ് ഗ്രാഫ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ പൊസിഷൻ ആണ് തന്നിട്ടുള്ളത്, വൈ ആക്സിലാണ് ടൈം കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി ഒബ്ജക്ട് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ്ലി ഇൻക്രീസിങ് വെലോസിറ്റി ഫ്രം ഒ ടു എ ആൻഡ് ദെൻ ഇറ്റ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അങ്ങനെ അല്ലാന്ന് ഇത് ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്ട് ഇൻക്രീസസ് യൂണിഫോംലി എന്ന് വെച്ചാൽ ഇതൊരു ആക്സിലറേറ്റഡ് മോഷൻ ആണ് എന്നാണ്. അപ്പോൾ അതും ഇവിടെ സ്യൂട്ട് ആവുന്നില്ല. മൂന്നാമത്തത് ആവറേജ് വെലോസിറ്റി 0. അപ്പോൾ ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒബ്ജക്റ്റ് എസ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ഡിസ്പ്ലേസ്മെന്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 0 ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവറേജ് വെലോസിറ്റി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 0 ആണ്. അപ്പോൾ സി എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി, ആവറേജ് വെലോസിറ്റി ഈസ് 0.